ഇത് കർക്കിടക കഞ്ഞിയാണ്. ഞാൻ ലൈഫിൽ ഇതുവരെ ഈ സാധനം കുടിച്ചിട്ടില്ല. എന്നാൽ പിന്നെ ഇത്തവണ കുടിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്ന് ഉറപ്പിച്ചിട്ട് ഞാനൊരു കിറ്റ് വാങ്ങി കർക്കിടക കഞ്ഞിയുടെ. ഇതിനകത്ത് ഉള്ളത് ഞവരയരി, ഉലുവ, ഗോതമ്പ് നുറുക്ക്, ചെറുപയർ, പിന്നെ അത് ഈ കാണുന്ന ഔഷധ പൊടിയുടെ മിക്സ്. ഇത്രയാണ് ഉള്ളത്. ഇത്രയും ക്വാണ്ടിറ്റി 7 പേർക്ക് സെർവ് ചെയ്യാനാണ്. അതായത് ഒരാൾക്കാണെങ്കിൽ 7 ദിവസത്തേക്ക്. ഇതിൻ്റെ ഒരു രീതി 7, 14, 21 ദിവസം ഇങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശരി, ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഞവര ഓരോ സ്പൂൺ വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്തത്. കാരണം ഞവര അരി കൂടുതലുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെപ്പറേറ്റ് വേവിക്കണം എന്നൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. എല്ലാം ഏകദേശം ഒരു വേവാണെന്ന് നമുക്കറിയാമല്ലോ. സോ എല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ച് വെച്ചു. 4-5 വിസിൽ അടിക്കട്ടെ അവിടെ. ആ സമയത്തിന് നമുക്ക് തേങ്ങ തിരുവേണ്ട ആവശ്യമുണ്ട്. അരമുറി തേങ്ങ ധാരാളം. ഞാൻ ഇത്രയും തിരുകിയിട്ട് തന്നെ ജസ്റ്റ് ഒരു പിടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കിറ്റ് കേട്ടോ. അതവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കഞ്ഞി വിസിലൊക്കെ കേട്ട് തുറക്കാൻ പരുവത്തിന് ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങ പാലാക്കി മാറ്റാം. ആദ്യം 2ാം പാലും പിന്നെ 1ാം പാലും ഒഴിക്കുക എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി കർക്കിടക മാസത്തിൽ ചന്ദ്രന് നല്ല ബലക്ഷയം ഉണ്ടാകുമെന്നും അത് അഡ്വേഴ്സ്ലി നമ്മുടെ ബോഡിയെ എഫക്റ്റ് ചെയ്യുമെന്നും അതിനെ ഓവർകം ചെയ്യാനാണ് ഇത്തരം ചികിത്സകൾ, കർക്കിടക കഞ്ഞി, കർക്കിടക ചികിത്സയൊക്കെ നമ്മൾ എടുക്കുന്നതും എന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ? ഒന്നെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. ഇങ്ങനെ കർക്കിടകത്തിൽ പ്രത്യേകിച്ച് കഞ്ഞി ഒന്നും ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ നമ്മുടെ 2ാം പാൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഒന്ന് തിളപ്പിക്കുക, അത്രമാത്രമേ ഉള്ളൂ. തിള പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഔഷധ പൊടിയുടെ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം. അതിനൊരു ജീരകത്തിൻ്റെയോ ചുക്കിൻ്റെയോ ഒക്കെ ഒരു മണമാണ് കേട്ടോ. പൊടി കൂടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1ാം പാലും കൂടെ ഒഴിച്ചാൽ നമ്മുടെ കഞ്ഞിപ്പരിപാടികൾ ഇവിടെ ഖത്തം. പൊടി ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കഞ്ഞിയുടെ കളറൊന്ന് മാറി ഒരു ചെറിയ ഗ്രീൻ കളറിലേക്ക് ഇത് മാറുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇനി ഫൈനലി നമ്മൾ 1ാം പാൽ ഒഴിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ കഞ്ഞിയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇത് വെറും വയറ്റിൽ ഒരാൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇതിൽ കുറച്ച് നമുക്ക് കുക്കറിൽ വേവിച്ച് എടുക്കാനും ഇച്ചിരി പാടായിരിക്കും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊരു 2 പേർക്കോ 3 പേർക്കോ ഒക്കെ സുഖമായിട്ട് രാവിലെ കഴിക്കാൻ പറ്റും. കരിപ്പട്ടിയോ നെയ്യോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. പ്ലെയിൻ കഞ്ഞിയാണ്. കൊള്ളാം. അപ്പോൾ എല്ലാ ഗുണങ്ങളും എൻ്റെ ബോഡിക്ക് കിട്ടട്ടെ. അപ്പോൾ ഇതുവരെ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കണേ. ടാറ്റാ.